ഞാൻ 8 പേര് പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെങ്കിൽ പോലും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പിൽ തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ ഏതായാലും ബാലാരിഷ്ടം ധന്യന്ത്രം കുഴമ്പ് പിന്നെ ഇരട്ടി മധുരം ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല ചേച്ചി. ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല. സോമന്റെ വീട്ടിൽ നിന്ന് എന്തോ ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ, ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കാണുമ്പോ ചെന്ന് നോക്കും മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം ചേട്ടത്തി? ഓ, മനുഷ്യന്റെ ഉറക്കളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്നപ്പോ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ, പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകോളം എടുത്ത് ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെ ആയത്. അതെ, വാരി വലിച്ച് കയറ്റി ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിലുണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണീപുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ഗ്യാസ് പ്രശ്നം.